എല്ലാ ജോലിയും കഴിഞ്ഞിരിക്കുമ്പോൾ വൈകുന്നേരം എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങും നമ്മൾ. അപ്പോഴേക്കോ ഒരുപാട് പാത്രങ്ങൾ കിച്ചണിൽ നിറയും. ആ ഒരവസ്ഥ ഒഴിവാക്കാം. നമുക്ക് എല്ലാ മിക്സിങ്ങും ഒരൊറ്റ മിക്സിയുടെ ജാറിൽ ചെയ്തെടുത്താലോ? പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം. ഒരു മിക്സിയിലെ ജാർ എടുക്കുക, അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ വറുത്ത സാധാരണ ചെറിയ റവയുണ്ടല്ലോ, അതാണ്. അതിനെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. അത്രയും പഞ്ചസാര ചേർക്കണ്ട കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് ചേർത്താൽ മതിയാകും. അതുകൂടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഇത് ഒരുപാട് പൊടിഞ്ഞ് പൗഡർ പോലെയൊന്നും കിട്ടില്ല, എന്നാലും ആ പഞ്ചസാര പൊടിഞ്ഞൊന്ന് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ചെറു ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുക. അത് ഒരുപാട് ചൂടായി പോകാൻ പാടില്ല, റവ വെന്ത് പോകുന്ന തരത്തിലുള്ള ചൂടായിരിക്കരുത്. ചെറിയൊരു ചൂട്, നമുക്കിങ്ങനെ വിരൽ മുക്കി നോക്കുമ്പോൾ ചെറിയൊരു ചൂട് അനുഭവപ്പെടുക, അത്രേ പാടുള്ളൂ. റവയും പാലും പഞ്ചസാരയും കൂടി ഹൈ സ്പീഡിൽ ഒരു 20 സെക്കൻഡ് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇത്രയും ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണുള്ളത്. ഇനി നമുക്കിതിനെ അടച്ചൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയത്ത് നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ ഇന്നിപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള സ്റ്റീൽ കപ്പുകളിലാണ്. നിങ്ങൾക്ക് കേക്ക് ടിന്നിൽ ചെയ്യാം, അല്ലാണ്ട് ചെറിയ ചെറിയ സ്റ്റീലിൻ്റെ ബൗളുകളിൽ ചെയ്യാം. ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ ഈ സ്റ്റീലിൻ്റെ ഗ്ലാസ്സുകൾ. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഈ ഗ്ലാസ് മുഴുവനായിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ഗോതമ്പ് പൊടി എത്തുന്ന രീതിയിലൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. എക്സസ് ആയിട്ടുള്ളതിനെ നമുക്ക് തട്ടിക്കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കേക്ക് തീരെ അതിലൊട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്ററിലേക്ക് ചേർക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി കഴിക്കാൻ കിട്ടും. ഇനി നമ്മുടെ മൈദ ബാറ്ററിനെ ഒന്നെടുത്ത് നോക്കാം. അത് കണ്ടോ, കുറേ കൂടി നന്നായിട്ട് തിക്കായിട്ടിരിപ്പുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം, ബട്ടർ വേണമെങ്കിൽ ചേർക്കാം, ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് സ്ലോ സ്പീഡിൽ ഒരു 5-10 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് മതി, ഈ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഒരുപാട് ലൂസാക്കി എടുക്കുകയോ ഒന്നും ചെയ്യരുത്. ഇതിലേക്ക് ആദ്യമേ ടൂട്ടി ഫ്രൂട്ടി ചേർക്കാണ്ട് ഞാൻ ആദ്യം കുറച്ചൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഒരു മഗ്ഗിലേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കാഷ്യൂ ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം എൻ്റെ മഹാറാണിക്ക് ടൂട്ടി ഫ്രൂട്ടി ഇഷ്ടമല്ല, അതുകൊണ്ട് പുള്ളിക്കാരിക്ക് വേണ്ടി ആദ്യം ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു മഗ്ഗിലേക്ക് കുറച്ച് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ബാറ്ററിലേക്ക് നേരത്തെ നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. എങ്കിലേ നമുക്ക് ആ ബാറ്ററിൽ മുഴുവനായിട്ടും നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ബാക്കിയുള്ള 2 മഗ്ഗുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്തിട്ട് കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടി ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് തന്നെ നമ്മൾ ഒരു വലിയൊരു അലുമിനിയം പാത്രം ചൂടാവാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഈ അലുമിനിയം പാത്രത്തിൽ ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ തട്ടിലേക്കാണ് നമ്മുടെ ഈ സ്റ്റീൽ കപ്പുകൾ വെക്കാൻ പോകുന്നത്. വെച്ചിട്ട് അടച്ച് വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ 30 മുതൽ 35 മിനിറ്റ് വരെ സമയം വേണ്ടി വരും. ഞാനിപ്പോൾ ഒരു 25 മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. തുറന്ന് നോക്കിയപ്പോഴേക്കും ഇതിൽ ആദ്യം നമ്മൾ ഒഴിച്ച ഒരു കപ്പിലെ ബാറ്റർ കുക്കായിട്ടുണ്ടായിരുന്നു. അത് അളവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് 25 മിനിറ്റ് ആയപ്പോഴേക്കും കുക്കായി കിട്ടി. ബാക്കി 2 ഒരു 5 മിനിറ്റ് കൂടി കുക്കാവാനായിട്ട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. 30 മിനിറ്റ് ആയപ്പോൾ എനിക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ അടുപ്പിനനുസരിച്ച് ആ ഒരു ചൂടിനൊക്കെ അനുസരിച്ച് കുറച്ച് സമയം വ്യത്യാസം വരും. എന്നാലും ഒരു 30 മിനിറ്റൊക്കെ ആകുമ്പോൾ തുറന്ന് നോക്കാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഈ സ്നാക്കുകളെല്ലാം ഇങ്ങനെ ഒന്ന് സൈഡെല്ലാം വിട്ട് ഇരിക്കുന്ന അവസ്ഥയായിരിക്കും. നമ്മുടെ കയ്യിലേക്ക് വെച്ച് ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ അതിന് ഡീമോൾഡ് ചെയ്ത് കിട്ടും. വേറെ പ്രത്യേകിച്ച് കഷ്ടപ്പാടുകളൊന്നുമില്ല. ചെറിയ ചൂടോടുകൂടി കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എല്ലാം അതുപോലെ തന്നെ കയ്യിലേക്ക് കമഴ്ത്തി 2 തട്ട് തട്ടിയപ്പോഴേക്കും ഇനി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ അടിയിൽ ആ ഗോതമ്പ് മാവാണ് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ടിരിക്കുന്നത്. വേറെ കരിഞ്ഞു പോയിട്ടോ ഒന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമല്ലേ ഉള്ളൂ. ഇനി ഞാനിതിനെ കട്ട് ചെയ്തുകൂടെ കാണിച്ചു തരാം. എല്ലാ ഭാഗത്തും ഒരുപോലെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി എത്തിയിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി അങ്ങ് താഴ്ന്നു പോകാണ്ട് എല്ലാ ലെയറിലും നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിലേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്.
വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും ഒക്കെ ചെയ്യാമേ. നിങ്ങൾക്ക് എന്ത് തരം വീഡിയോസാണ് ഇഷ്ടമെന്ന് കൂടി കമൻറ്റിൽ പറയണേ. അതിനനുസരിച്ച് നമുക്ക് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.